യെസ്, ഇതാണ് ഇത് മധുരക്കിഴങ്ങാണിത്. ഇത് ഏറ്റവും നല്ല സാധനമാണെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇത് ഞങ്ങൾ പുഴുങ്ങുക ഇങ്ങനെയാണ് കേട്ടോ. തോല് ഒന്നും പോക്കാണ്ട് നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് പുഴുങ്ങുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പുഴുങ്ങി കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ച് പുഴുങ്ങിയിട്ട് അത് തേങ്ങ, ഉള്ളി, കരിവേപ്പില, ചുവന്ന മുളക്, കടുക് ഇത് 4ഉം വറൽ ചെയ്ത് നന്നായിട്ട് വറലിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് വറുത്ത് തേങ്ങ ഉള്ളിയൊക്കെ ചുവന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുമാതിരി ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉടച്ചെടുക്കണം. എന്താ പുഴുക്ക് മാതിരിയാകും. കരിവേപ്പിലയൊക്കെ ചേർത്ത് ഇപ്പം തന്നെ നല്ല എന്താ ഒരു മണം, സൂപ്പർ മണമാണ് ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങാറ്. ഇങ്ങനെ പ്ലേറ്റിലേക്കിട്ട് കഴിച്ചാൽ എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ലതാണിത്. ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കാം. നല്ല സൂപ്പർ സാധനമാണ്. നമ്മൾ ഈ മധുരക്കിഴങ്ങാണ് ഏറ്റവും നല്ലത്. മറ്റേ കിഴങ്ങേക്കാട്ടും സൂപ്പറാണിത്. ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇതുമാതിരി ഉണ്ടാവും. കഴിക്കാൻ നല്ല രസമായിരിക്കും. സൂപ്പറാണ്. ഇതാണ് മധുരക്കിഴങ്ങ്. ഞാനിങ്ങനെയാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നത്. ചില സമയം വെറുങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ആ ചുവന്ന തൊലിയൊന്നും പോക്കാതെ വെറുങ്ങനെ പുഴുങ്ങിയെടുക്കും. പക്ഷേ ചില സമയം ഒരു മടുപ്പ് വരില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാവരും പുഴുങ്ങി നോക്കും. ഇതിങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് അറിയില്ല. ചില ആൾക്കാർ ഉള്ളി തേങ്ങയൊക്കെ ഇങ്ങനെ അരച്ചിട്ടിട്ടൊക്കെയാണ് പുഴുക്കുണ്ടാക്കുന്നത്. പക്ഷേ ഇതിങ്ങനെയാണ് ഏറ്റവും നല്ലത്. തേങ്ങ, ഉള്ളി, കരിവേപ്പില, ചെറിയ മുളകൊക്കെ നന്നായിട്ട് വറുത്ത് ചുവന്ന കളറായിട്ട് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറായിരിക്കും. അത് വറുത്തിട്ട് ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇതുമാതിരി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണേ. സൂപ്പറാണ്. ഇതിൻ്റെ അത് പറയാം, കമൻ്റൊക്കെ പറയാം. നന്നായിട്ടുണ്ടോ എന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ ഗേസ്, താങ്ക് യു.